രാജ്യത്ത് പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടെ ട്രാൻസ്ജെൻഡർ ഭേദഗതി ബിൽ ലോക്സഭയിൽ ശബ്ദ വോട്ടോടെ പാസായി. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിച്ചില്ല. YS അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിനന്ദ്, എന്താണ് ബില്ലിന്റെ ഉള്ളടക്കം? എന്താണ് സഭയിൽ കണ്ടത്? എന്താണ് YS അഭിനന്ദ്? രജിത, പ്രതിഷേധങ്ങൾക്കിടെ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ ഭേദഗതി ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ്. ഇന്ന് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ 2026 പാസ്സാക്കിയത്. 2019 ട്രാൻസ്ജെൻഡർ നിയമത്തിൽ ഭേദഗതി ചെയ്തുള്ള ബില്ലാണെന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ച് ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കിയിരിക്കുന്നത്. ട്രാൻസ്ജെൻഡർ വ്യക്തി ആരാണെന്നുള്ള യോഗ്യത നേടുന്നതെന്നും ഒപ്പം തന്നെ പുനർനിർവചിച്ചുകൊണ്ടും കുറ്റകൃത്യങ്ങൾക്ക് കർശനമായ ശിക്ഷകൾ ഏർപ്പെടുത്തി ഐഡന്റിറ്റി സർട്ടിഫിക്കേഷനായി ഒരു സംവിധാനം സ്ഥാപിച്ചുമാണ് ഭേദഗതി ബില്ല് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ വ്യക്തമായ നിരീക്ഷണത്തിലേക്കുള്ള ചുവടുവയ്പ് എന്നൊക്കെയാണ് സർക്കാർ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് വന്നത്. പക്ഷേ ഇതിനെ രൂക്ഷമായ വിമർശനമായിട്ട് പ്രതിപക്ഷവും രംഗത്തെത്തി. ഇത്തരത്തിൽ, അതായത് ഐഡന്റിറ്റി സ്വയം തീരുമാനിക്കാം എന്നുള്ള നിലയിലേക്കായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഈ ഒരു പ്രസ്തുത വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഇതുപോലെ ട്രാൻസ്ജെൻഡർ വിഭാഗമായി എന്നുള്ളതാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത്. ആ പ്രസ്തുത വിഭാഗത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ഇനി ട്രാൻസ്ജെൻഡർ പരിധിയിലുള്ളൂ അതായത് ചില പ്രധാനപ്പെട്ട ആളുകൾ ഹിജഡ, അർവാണി അങ്ങനെയൊക്കെയുള്ള വിഭാഗങ്ങൾ മാത്രമായിരിക്കാം ഇനി മുതൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ പെടുക എന്നതാണ് സർക്കാർ നിർദ്ദേശിക്കുന്നത്. എന്തായാലും ഒരു വലിയ പ്രതിഷേധത്തിനാണ് നിലവിൽ ഇത് സാക്ഷ്യം വയ്ക്കുന്നത്. ഇത് ഭരണപക്ഷത്തിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്ക് ഈ വിഷയം ഉന്നയിക്കുവാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എന്തായാലും 2019 ട്രാൻസ്ജെൻഡർ ബില്ലാണ്. അത് ഭേദഗതി ചെയ്ത് ഇന്ന് പാർലമെന്റിൽ ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കി. പ്രതിപക്ഷത്തിന്റെ എതിർപ്പിനിടെ, വിയോജിപ്പിനിടെ ട്രാൻസ്ജെൻഡർ ഭേദഗതി ബിൽ ലോക്സഭ കടന്നിരിക്കുന്നു. ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കിയിരിക്കുന്നു. ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്ന ആവശ്യം പ്രതിപക്ഷം നേരത്തെ മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. YS അഭിനന്ദ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.